സൗദി അറേബ്യയുടെ പുതിയ എയർലൈനായ റിയാദ് എയർ ഈ മാസം 26-ന് സർവീസ് തുടങ്ങും. റിയാദിൽ നിന്ന് ലണ്ടനിലേക്കാണ് ആദ്യ സർവീസ്. ഇന്ത്യയിലേക്കും ഈ വർഷം തന്നെ സർവീസ് ഉണ്ടാകുമെന്ന് റിയാദ് എയർ അധികൃതർ മീഡിയ വണ്ണിനോട് സ്ഥിരീകരിച്ചു. മുംബൈയിലേക്കാണ് ആദ്യ സർവീസ്. 124 വിമാനങ്ങൾ ഉപയോഗിച്ച് 100-ലേറെ രാജ്യങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, വിഷൻ 2030ന്റെ ഭാഗമായി പ്രഖ്യാപിച്ചതാണ് റിയാദ് എയർ. അത് യാഥാർത്ഥ്യമാവുകയാണ്. ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ എങ്ങനെയായിരിക്കും? അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദി അറേബ്യയെ ലോക വിമാനങ്ങളുടെ ഹബ്ബാക്കി മാറ്റുക, അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് റിയാദ് എയർ പ്രഖ്യാപിച്ചത്. നേരത്തെ ദുബൈയിലെ സൗദി അറേബ്യയുടെ പുതിയ എയർലൈനായ റിയാദ് എയർ സർവീസ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ മാസം 26-നായിരിക്കും സർവീസ്. ഈ മാസം 26-ന് ലണ്ടനിലേക്കാണ് ആദ്യ സർവീസ് തുടങ്ങുന്നത്. ഈ വർഷം ഏതാണ്ട് 4 രാജ്യങ്ങളിലേക്ക് സർവീസ് ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതിൽ തന്നെ ഇന്ത്യയുണ്ട്. ഇന്ത്യയിലേക്കും ദുബൈയിലേക്കുമുള്ള ഷെഡ്യൂളുകളായിരിക്കും ഒരുപക്ഷെ ഇനി അടുത്തത് പ്രഖ്യാപിക്കാൻ പോവുക. ഒരുപക്ഷെ തൊട്ടടുത്തത് ഇനി ദുബൈ ആയിരിക്കും. അതിന് പിന്നാലെ ഇന്ത്യയിൽ മുംബൈയിലേക്കുള്ള സർവീസിന്റെ പ്രഖ്യാപനവും ഉണ്ടാകും. ഇക്കാര്യം ഇന്ന് റിയാദ് എയറിന്റെ മാധ്യമ ഓഫീസ് മീഡിയ വണ്ണിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മീഡിയ വണ്ണിനോട് സംസാരിച്ച റിയാദ് എയറിന്റെ ടോണി ഡഗ്ലസും പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് 100-ലേറെ രാജ്യങ്ങളിലേക്ക് 124 സർവീസുകളുമായി, അല്ലെങ്കിൽ 124 വിമാനങ്ങളുമായി വിമാനങ്ങൾ ഇതിനായി സൗദി അറേബ്യയിലേക്ക് എത്തും. നിലവിൽ എത്തിയിട്ടുള്ളത് 5 വിമാനങ്ങളാണ്. ഈ 5 വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആദ്യഘട്ടത്തിലുള്ള സർവീസ് ആരംഭിക്കുക. ഇപ്പോൾ പ്രഖ്യാപിച്ച ലണ്ടൻ സർവീസിനൊപ്പം തന്നെ ആഭ്യന്തര സർവീസുകളും വരും ദിനങ്ങളിൽ പ്രഖ്യാപിക്കും. ഇതോടുകൂടി പുതിയൊരു യാത്രാനുഭവം യാത്രക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നിലവിൽ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്ന് സൗദിയ എന്ന് പറയുന്ന സൗദി എയർലൈൻസ് ആണ്. അത് പൂർണ്ണമായും ജിദ്ദ ആസ്ഥാനമാക്കിക്കൊണ്ട് ഹജ്ജ് ഉംറ സേവനങ്ങൾക്കും ഒപ്പം തന്നെ റിലീജിയസ് ടൂറിസം എന്നുള്ള സ്വഭാവത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയാണ് ലക്ഷ്യം. അതേസമയം റിയാദ് എയറിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കൂടുതൽ പ്രീമിയം സർവീസുകൾ ഉൾപ്പെടുത്തി ടൂറിസം കൂടി ലക്ഷ്യം വെച്ചുള്ള സർവീസുകളായിരിക്കും. ഏതായാലും കേരളത്തിലെ ആളുകൾ കാത്തിരിക്കുന്നത് കേരളത്തിലേക്ക് സർവീസ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിന്റെ പ്രഖ്യാപനം ഒരു പക്ഷേ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികൾ. ഈ മാസം 26-ന് സൗദി അറേബ്യയുടെ പ്രീമിയം നിക്ഷേപ കോൺഫറൻസ് ആയ FII സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ട്. അന്ന് ഒരുപക്ഷെ റിയാദ് എയറിന്റെ CEO മീഡിയ വണ്ണുമായി സംസാരിക്കും. അതിൽ വെച്ച് ഒരുപക്ഷെ കേരളത്തിലേക്കുള്ള സർവീസുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനായേക്കും. അനിഷ.